ഭഗവതേ ശ്രീ ഗുരുദേവായ നമോ നമ. അരുവിപ്പുറം പർണശാലയിൽ അഖിലേശൻ അനുഷ്ഠാനങ്ങളോടും അരുവീടുന്ന കാലം അരികത്തണഞ്ഞൊരു കരിന്തേൾ ഭഗവാന്റെ തിരുമൈ തന്നിൽ കുത്തി ക്രൂരമായി നോവിക്കവേ പാതാദേശാന്തവരഗ്നിജ്വാല പോലെ അതിൻ വേദന ശരീരത്തിലൊക്കെയും വ്യാപിക്കവേ കാരുണ്യമൂർത്തിയായ ഭഗവാൻ അസഹ്യമാ വേദന മൂലമേറെ നൊമ്പരപ്പെട്ടു കഷ്ടം ഓർത്തുപോയപ്പോൾ ഗുരുദേവനീ ധരിത്രിയിൽ തീർത്തു ഒന്നിനും ദുഃഖമേകിയില്ലേ ജന്മത്തിൽ പൂർവജന്മവും അതുപോലെ എന്നിരിക്കലും ക്രൂരജന്തുവിതെന്നെ കുത്തി നോവിച്ചുവല്ലോ ക്രൂരജന്തുവിതെന്നെ കുത്തി നോവിച്ചുവല്ലോ. ഇങ്ങനെ ചിന്തിച്ചഖിലേശനാ ജന്തുവിനെ തിങ്ങിയ ഖേദത്തോട് നോക്കിനാൻ അനുക്ഷണം. പിന്തിരിഞ്ഞപ്പോൾ തന്നെ ചത്തുപോയി കരിന്തേള്. എന്തൊരാശ്ചര്യം, സ്വാമി ഒന്നുമേ ചെയ്തതില്ല എന്നതുപോലെ. സദാചാര തൽപരന്മാരെ നിന്ദിക്കും ജനം സ്വയം നശിക്കും അസംശയം. സർവവും സച്ചിന്മയ ബ്രഹ്മമെന്നറിഞ്ഞുണർന്നുർവിയിൽ വാഴ് സത്യബുദ്ധിമാന്മാരെ നിത്യം ദ്രോഹിക്കും ജനം സ്വയം നശിക്കും. അതല്ലാതെ ദ്രോഹിപ്പവർക്ക് ഉപദ്രവം ചെയ്യില്ല മഹാത്മാക്കൾ. തൻ്റെ ഈ അനുഭവ കഥയെ സ്വാമി ശിഷ്യൻ ശങ്കരാനന്ദ സ്വാമി തന്നോടങ്ങ് അരുൾ ചെയ്തു. ഹരേ ശ്രീ ഗുരുദേവായ നമോ നമഃ.